നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് കടൽ ഖനനം വിശദീകരണവുമായി കേന്ദ്ര ഖനി മന്ത്രാലയം. പരിസ്ഥിതി ആഘാതം പഠിച്ചിട്ട് ഖനനം. മത്സ്യബന്ധനത്തെ ബാധിച്ചേക്കുമെന്ന് കേന്ദ്ര സെക്രട്ടറി. എല്ലാ മന്ത്രാലയങ്ങളുടെയും അനുമതി പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമ നൽകിയിട്ടുള്ളത്. അതായത് കേരള തീരത്തെ കടൽ മണൽ ഖനനം ആരംഭിക്കുന്നതിന് മുൻപ് പരിസ്ഥിതി ആഘാത പഠനം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കേരളത്തിലെ വിവാദങ്ങൾക്കിടെയാണ് ഖനി മന്ത്രാലയം സെക്രട്ടറി KL കാന്താറാവുവിൻ്റെ പ്രതികരണം. ലേല നടപടികളുടെ തുടക്കം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പഠന പര്യവേക്ഷണ പ്രവർത്തനങ്ങൾക്കായി 2-3 വർഷം എടുക്കുമെന്നും കാന്താറാവു പറഞ്ഞു. അത് കഴിഞ്ഞ് ഖനനം തുടങ്ങും. കേരളം ധാതുലേല ഭൂപടത്തിലേക്ക് എന്നത് വലതുഭാഗത്ത് ചെറിയ കോളമായി ആ വാർത്തയ്ക്കരികിലായി നൽകിയിട്ടുണ്ട്. ആ വാർത്തയുടെ ഇടതുഭാഗത്തായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത് മുണ്ടക്കൈ ചൂൽമല പുനരധിവാസ പദ്ധതിയിൽ മാറ്റം. വീട് 7 സെൻറ്റിൽ ചെലവ് 20 ലക്ഷം. നേരത്തെ തീരുമാനിച്ചത് 5 സെൻറ്റും 30 ലക്ഷവുമാണ്. രണ്ടാം ടൗൺഷിപ്പ് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം. മുണ്ടക്കൈ ചൂൽമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വീടിനുള്ള ഭൂമി 5 സെൻറ്റിൽ നിന്ന് 7 സെൻറ്റായി ഉയർത്താനും സ്പോൺസർഷിപ്പ് വീടുകളുടെ നിർമ്മാണ ചെലവ് 30 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി കുറയ്ക്കുവാനും മന്ത്രിസഭ തീരുമാനിച്ചു എന്നാണ് വാർത്ത. ഇനി അതിൻ്റെ താഴെയായി അയ്യോർക്കർ എന്നുള്ള തലക്കെട്ടോടൊരു ചിത്രം നൽകിയിട്ടുണ്ട്. അതായത് നാഗ്പൂരിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിദർഭ ബോളർ ദർശൻ ലൽക്കണ്ടയുടെ യോർക്കറിൽ കേരളത്തിൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ രോഹൻ കുന്നുമ്മേൽ ക്ലീൻ ബൗൾഡ് ആകുമ്പോഴുള്ള ചിത്രം നൽകിയിരിക്കുന്നു. ബാറ്റിങ്ങിനിറങ്ങി 5-ാം പന്തിൽ തന്നെ ആദ്യ വിക്കറ്റ് വീണിട്ടും പതറാതെ പൊരുതുന്ന കേരള രണ്ടാം ദിനം 3-ന് 131 റൺസ് എന്ന നിലയിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത് ഓണറേറിയത്തിൽ കുരുങ്ങി ആശാ വർക്കർമാർ. കൊതിപ്പിച്ച് വൻതുക കിട്ടാൻ പെടാപ്പാട്. വിചിത്രമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ തുക പാടേ വെട്ടും. അതായത് സംസ്ഥാനത്ത് ആശാ വർക്കർമാരുടെ ഓണറേറിയം 7,000 രൂപയാണെങ്കിലും പ്രവർത്തനമനുസരിച്ച് 2,200 രൂപ വരെയായി കുറയും. ഒരു വാർഡിൽ ആശാ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്ന ഗർഭിണി പ്രസവിക്കുന്നത് സർക്കാർ ആശുപത്രിയിൽ അല്ലെങ്കിൽ പോലും ഇൻസെൻറ്റീവ് കുറയ്ക്കുമെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു. ഇങ്ങനെ പല പ്രധാന മാനദണ്ഡങ്ങളുണ്ട് എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രധാനം. ഗർ കിളിബോയി എന്ന തലക്കെട്ടോടുകൂടി നാടുകാണി ഇരുമ്പുപാലത്തിന് സമീപം ബൈക്ക് യാത്രികൻ്റെ മുകളിലേക്ക് ചാടി റോഡിൽ വീണ് കിടക്കുന്ന പുള്ളിപ്പുലി. അല്പനേരം റോഡിൽ മയങ്ങിക്കിടന്ന ശേഷം തേയിലത്തോട്ടത്തിലേക്ക് ഓടാനായി എഴുന്നേൽക്കുന്നു. ആ 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ബൈക്ക് ഓടിച്ചാൽ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയിൽ നൽകിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല അൽഫാൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കടം തീർക്കാൻ വീണ്ടും കടം. 75 ലക്ഷം രൂപ ബാധ്യത. പിതാവിൻ്റെ ബാധ്യത തീർക്കാൻ കൊടുത്തത് 5 ലക്ഷം മാത്രം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാൻ എൻ്റെ ഒരു അവ്യക്തമായ ചിത്രം കൂടി അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. കുഞ്ചിക്കുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ മൃഗങ്ങളോടുള്ള ക്രൂരത തടയാൻ മൃഗസംരക്ഷണ ബോർഡിൻ്റെ മാർഗ്ഗരേഖ പുതുക്കുമെന്ന കേന്ദ്രമന്ത്രി. മനുഷ്യനോടുള്ള ക്രൂരത തടയാൻ ബോർഡില്ലല്ലോ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ കടൽ മണൽ ഖനനത്തിൻ്റെ പരിസ്ഥിതി ആഘാതം പഠിച്ചിട്ടില്ല, പഠിക്കും. ടെൻഡർ ഏറ്റെടുക്കുന്നവർ പഠനം നടത്തുമെന്ന് കേന്ദ്രം. എല്ലാ തീരുമാനങ്ങളിലും സംസ്ഥാനവുമായി ചർച്ച നടത്തും എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വാദങ്ങളും ഒക്കെ അതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഇടതുഭാഗത്ത് നീണ്ട ഒരു കോളം പോലെയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിന് വലതുഭാഗത്തായി വിജയം കയ്യിലൊതുക്കാൻ എന്ന തലക്കെട്ടോടുകൂടി നാഗ്പൂർ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിദർഭയുടെ അക്ഷയ് കർണേവാറിനെ സൈഡ് ക്യാച്ചിലൂടെ പുറത്താക്കിയ കേരളത്തിൻ്റെ രോഹൻ കുന്നുമ്മലിനെ അഭിനന്ദിക്കുന്ന ബൗളർ ജലജ് സക്സേന. SPC പോലീസ് എക്സൈസ് നിയമനങ്ങളിൽ വെയിറ്റേജ്. SPCക്ക് പോലീസ് എക്സൈസ് നിയമനങ്ങളിൽ വെയിറ്റേജ് എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് മാതൃഭൂമി. അതിന് വലതുഭാഗത്തായി അഴിമതി പട്ടികയിൽ 200 ഉദ്യോഗസ്ഥർ എന്ന ഇന്നലെ മറ്റു ചില പത്രങ്ങൾ നൽകിയ വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല അഫാൻ റിമാൻഡിൽ എന്നുള്ള വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട്. ആശാവർക്കർ നിലവിൽ കുടിശ്ശികയില്ല. ധനവകുപ്പിൻ്റെ ആ വാദം ചെറിയ കോളത്തിൽ മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നുണ്ട്. 70% അപേക്ഷകളും പരിശോധിച്ച് EPFO, അതായത് ശമ്പളത്തിന് ആനുപാതികമായി വരുന്ന PF പെൻഷൻ ലഭിക്കുന്നതിനായി ലഭിച്ച അപേക്ഷകൾ 70% പരിശോധിച്ച് EPFO പ്ലേസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ മാർച്ച് 31-നകം ബാക്കിയുള്ളവയും പൂർത്തിയാക്കുമെന്ന് EPFO നിർവാഹക സമിതി നിർദ്ദേശം നൽകി. കേരളത്തിന് 2 സീറ്റ് കുറയും. ലോക്സഭാ മണ്ഡലം പുനർവിഭജനം. അതായത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ലോക്സഭാ മണ്ഡലം പുനർവിഭജനം നടത്തിയാൽ നഷ്ടമുണ്ടാകുക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്. കേരളത്തിലെ സീറ്റുകൾ 20-ൽ നിന്ന് 18 ആകും. ദക്ഷിണേന്ത്യയിൽ 1 സീറ്റ് പോലും കുറയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് അംഗീകരിച്ചാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിക്കുന്നത് വിടവ് കൂടും. ഇപ്പോഴത്തെ പ്രതിപക്ഷ ജനസംഖ്യാ തോത് പ്രകാരം ശരാശരി 70 ലക്ഷം ആളുകൾക്ക് 1 MP എന്ന നിലയിൽ ക്രമീകരിച്ചാൽ നിലവിൽ 543 ലോക്സഭാ സീറ്റുകൾ എന്നത് 707 ആവും.
തമിഴ്നാടിന് ഇപ്പോഴത്തെ 39 സീറ്റുകൾ എന്നത് കുറയില്ല. എന്നാൽ ഉത്തർപ്രദേശിനെയും ഉത്തരാഖണ്ഡിനെയും ഒരുമിച്ച് കൂട്ടിയാൽ ആകെ സീറ്റുകളുടെ എണ്ണം 85-ൽ നിന്ന് 126 വരും. ബീഹാറും ജാർഖണ്ഡും ഒരുമിച്ച് ചേർത്താൽ 54-ൽ നിന്ന് 85 ആവും. വയനാട് പുനരധിവാസം വീടിൻ്റെ ചെലവ് 20 ലക്ഷമായി വെട്ടിയെന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു കേരള കൗമുദി. അതിനോടൊപ്പം വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഡാമുകളിൽ വരും ഫ്ലോട്ടിംഗ് സോളാർ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. അതായത് കരട് നയത്തിന് അംഗീകാരം നടപ്പാക്കുക, സ്വകാര്യ പങ്കാളിത്തത്തോടെ 6000 മെഗാവാട്ട് ഉത്പാദിപ്പിക്കും എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രാധാന്യം. അതിൻ്റെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. അതിന് താഴെയായി മാനസിക പഠനം ജീവനക്കാരെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വയനാട് കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ക്ലറിക്കൽ ജീവനക്കാരി ശുചിമുറിയിൽ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. അതിനിടത് ഭാഗത്തായി തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുമെന്ന് ഇതുവരെ ആരും തന്നോട് പറഞ്ഞിട്ടില്ലെന്ന് സുധാകരൻ. കണ്ടുകണ്ടങ്ങിരിക്കും പ്രസിഡന്റിനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഹൈക്കമാൻഡ് എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. SPC കേഡറ്റുകൾക്ക് പോലീസിൽ വെയിറ്റേജ് എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് കേരള കൗമുദി. വെഞ്ഞാറമൂട് കൂട്ടക്കൊല അഫാൻ റിമാൻഡിൽ എന്ന വാർത്തയ്ക്ക് ഉൾപേജ് വലിയ പ്രാധാന്യം നൽകുന്നു കേരള കൗമുദിക്ക്. KSRTCയിൽ ആരോഗ്യം മുഖ്യം, ജീവനക്കാരെ പുനർവിന്യസിക്കും. അതായത് ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി KSRTC മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെ പുനർവിന്യസിക്കും. ഇത് സംബന്ധിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ CMD പ്രമോദ് ശങ്കറിന് നിർദ്ദേശം നൽകി. കടൽമണൽ ഖനനത്തെ എതിർത്ത് കേരളം 3 കത്ത് നൽകി. UDF MPമാർ പാർലമെന്റിൽ മിണ്ടിയില്ല എന്ന ദേശാഭിമാനിയുടെ വാർത്ത. അതിന് വലതുഭാഗത്ത് തീരദേശ ഹർത്താലിനോടനുബന്ധിച്ച് വിജനമായ കൊല്ലം തങ്കശ്ശേരി ഫിഷിംഗ് ഹാർബർ. അതിന് താഴെയായി സുധാകരന് മുതിർന്ന നേതാക്കളുടെ പിന്തുണ, ഒറ്റപ്പെട്ട് സതീശൻ. UDF യോഗത്തിൽ വിമർശനമെന്നുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്ത ദേശാഭിമാനി നൽകുന്നു. അതിന് വലതുഭാഗത്തായി കടൽ മണൽ ഖനനം പ്രതിരോധം തീർത്ത് കേരളം എന്ന വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം വലതുഭാഗത്തായി ദേശാഭിമാനി നൽകുന്നുണ്ട്. ആശമാരുടെ ഓണറേറിയം 500 ആണോ 6000 ആണോ വലുത് എന്ന വാർത്ത ദേശാഭിമാനി നൽകിയിരിക്കുന്നു. അതിൽ എല്ലാ സംസ്ഥാനങ്ങളും നൽകുന്ന തുകയും അതിനോടൊപ്പം ഓണറേറിയം വർധനവ് ഓരോ വർഷവും കേരളത്തിലുണ്ടായതും നൽകിയിട്ടുണ്ട്. കുട്ടി പോലീസിന് PSC വെയിറ്റേജ് എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഹോട്ട്സ്പോട്ടുകളിൽ പ്രൈമറി റെസ്പോൺസ് ടീം, അതായത് മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതലുള്ളിടങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെ പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിക്കും. ഈ വിഷയത്തിൽ സ്വീകരിച്ചു വരുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മുണ്ടക്കൈ ടൗൺഷിപ്പ് നിർമ്മാണം ഉടൻ. കൽപ്പറ്റയിൽ വീടൊന്നിന് 7 സെന്റാക്കി ഉയർത്തി. ആദ്യഘട്ടത്തിൽ ടൗൺഷിപ്പ് എൻസ്റ്റണിൽ 3 ലക്ഷത്തിൻ്റെ വീട്. ഹെഡ്മാഷ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ അവഗണന എന്നൊരു കാർട്ടൂണിനൊപ്പം തരൂരിന് അർഹമായതിലും അധികമാണ് കോൺഗ്രസ് നൽകിയതെന്ന് PJ കുര്യൻ. മാധ്യമത്തിലേക്ക് വരുമ്പോൾ അതിജീവനത്തിനായി പോരാടുമെന്ന മത്സ്യത്തൊഴിലാളികൾ എന്ന തീരദേശത്തെ ഹർത്താലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് മാധ്യമം ഇടം നൽകുന്നതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത് ലോക്സഭാ മണ്ഡല പുനർനിർണയം കുറുക്കലും കൂട്ടലുമല്ല പ്രശ്നം, അനുപാതം. നിലപാട് മയപ്പെടുത്തി തരൂർ. കോൺഗ്രസ് നേതൃത്വം ഇന്ന്, അതായത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ വിവാദാഭിമുഖത്തിൽ നേതൃത്വത്തിനെതിരെ നടത്തിയ വിമർശനത്തിൽ മയം വരുത്തി തരൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ സജ്ജമാക്കാൻ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ അധ്യക്ഷതയിൽ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗം വെള്ളിയാഴ്ച നടക്കാനിരിക്കെയാണ് നിലപാട് മാറ്റം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, KPC പ്രസിഡന്റ്, മുൻ പ്രസിഡന്റുമാർ, കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗം കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വെള്ളിയാഴ്ച നടക്കാനിരിക്കെയാണ്. വിവാദാഭിമുഖം വളച്ചൊടിച്ചെന്ന വിശദീകരണവുമായി ശശി തരൂർ രംഗത്ത്. പുനരധിവാസത്തിൽ തിരുത്ത്. വീടുകളുടെ നിർമ്മാണ ചെലവ് 20 ലക്ഷം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം. ബന്ദികളുടെയും തടവുകാരുടെയും ആദ്യഘട്ട കൈമാറ്റം പൂർത്തിയായി. അടുത്ത ഘട്ടം വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഹമാസ് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. ഇസ്രായേൽ വിട്ടയച്ച ഫലസ്തീൻ തടവുകാരൻ കാലിൽ വ്രണങ്ങളുമായി ഗസയിൽ ആശുപത്രിയിൽ താമസിക്കുന്ന ചിത്രം. നിർമ്മിത ബുദ്ധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ തരൂരിന് BJPയിലേക്ക് സ്വാഗതം. പത്മജ വേണുഗോപാൽ. മറ്റു വഴികളുണ്ട് തരൂർ. പത്മജ ഇവിടെയൊക്കെ ഉണ്ടെന്ന് 4 ആൾ അറിയാൻ മറ്റു വഴികളില്ല എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. വന്യജീവി ആക്രമണം നേരിടാൻ PRT വരുന്നു. 273 പഞ്ചായത്തുകളിൽ പ്രാഥമിക പ്രതികരണം സേന എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. ദീപിക. അതിനിടത് ഭാഗത്തായി മയക്കം വിട്ടുണരാം എന്ന വാർത്ത. സ്വന്തം മകനായാലും തെറ്റില്ലാതാകുന്നില്ല എന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ദീപിക വലിയ പ്രാധാന്യം നൽകുന്നു. അതിന് താഴെ എനിക്കെതിരെ വാർത്തകൾ നിർമ്മിക്കപ്പെടുന്നു എന്ന് തരൂർ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾക്ക് വെയിറ്റ് ചെയ്യുന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. തൊഴിലിനു വേണ്ടി ജീവിതം ത്യജിച്ചവർ എന്ന തലക്കെട്ടോടുകൂടി ആശാവർക്കർമാരുടെ വാർത്തയ്ക്ക് വലിയ കോളത്തിൽ വലിയ പ്രാധാന്യം നൽകുന്നു. വയനാട് പുനരധിവാസം വീട് 7 സെന്റിൽ എന്ന വാർത്തയ്ക്കും ദീപിക ഇടം നൽകിയിട്ടുണ്ട്.
ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ശുചീകരണ തൊഴിലാളികൾക്ക് ബോണസ് പ്രഖ്യാപിച്ച് ശമ്പളം കൂട്ടി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. ആശാവർക്കർമാരെ പിരിച്ചുവിടാൻ നീക്കം തുടങ്ങി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ജന്മഭൂമി ഇടതുഭാഗത്തായി വെഞ്ഞാറമൂട് കൂട്ടക്കൊല അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. പുതിയ വഖഫ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി എന്ന വാർത്തയ്ക്ക് ഇടമുണ്ട്. ജന്മഭൂമിയിൽ രഞ്ജി ഫൈനൽ കേരളം തിരിച്ചടിക്കുന്നു എന്നുള്ള വാർത്ത. വയനാട് പുനരധിവാസം, ഒരു വീടിന് 20 ലക്ഷം, 7 സെന്റ് പ്ലോട്ട് 12 വർഷത്തേക്ക് കൈമാറരുത് എന്നുള്ളതാണ് ജന്മഭൂമി നൽകുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. മറ്റു ചില വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.